SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോഴത്തെ താരം. അദ്ദേഹം വളരെ ശക്തമായ വിമർശനമാണ് മുസ്ലിം മത നേതൃത്വത്തിനെതിരെ നടത്തുന്നത്. അവർ തിരിച്ചും അദ്ദേഹത്തെ വർഗീയവാദി എന്ന് ആക്ഷേപിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തന്റെ സമുദായത്തെ UDF ഭരണകാലത്ത് അവഗണിച്ചു. UDFന്റെ നേതൃത്വം മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗാണ് ഇതിന്റെ പിറകിൽ. അവർ അധികാരത്തിൽ വന്നാൽ നാളെ വീണ്ടും ഒരു മാറാട് കലാപം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷെ CPM വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നുണ്ടോ? മുസ്ലിം വോട്ട് ഏതായാലും കിട്ടില്ലെന്ന് ഉറപ്പിച്ച CPM ഇനി ഹിന്ദു വോട്ട് നേടാനുള്ള ശ്രമമാണോ? ഈ ഒരു പ്രസക്തമായ ചോദ്യത്തിന് നാം ഉത്തരം തേടുകയാണ്. നമ്മുടെ കൂടെയുള്ളത് കേന്ദ്ര സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ K ജയപ്രസാദാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പൊളിറ്റിക്സിന്റെ പുറകിൽ LDFന്റെ ഒരു റോൾ ഉണ്ടോ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിഷയം, അതിനെ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ പൊതുവായി ബാധിക്കുന്നതും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഈഴവ തീയ വിഭാഗങ്ങളെ പൊതുവായി അവരെയും അതുപോലെ തന്നെ സ്വാധീനിക്കുന്നതുമായ ഒരു വിഷയമാണ്. അവരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ 45% പേര് ഈഴവ തീയ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ടോട്ടലിന്റെ കേരളത്തിലെ ജനസംഖ്യയിലാണ് 24%ത്തോളം വരുന്നതാണ് ഈഴവ സമൂഹം, ഈഴവ തീയ വിഭാഗങ്ങൾ. അതിൽ നമ്മൾ ഹിന്ദു സമൂഹം 54% വരുന്ന ഹിന്ദു സമൂഹത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 45%ത്തോളം തീയ ഈഴ വിഭാഗങ്ങളായിരിക്കും. അപ്പൊ കേരളത്തിലെ പരമ്പരാഗതമായ UDF LDF ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിം ലീഗുകളും കേരള കോൺഗ്രസ്, അതായത് നമ്മുടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ച് വഴിവിട്ട് നേട്ടങ്ങൾ നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന സമൂഹങ്ങളും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് UDF ഭരണത്തിന് കീഴിലായിരുന്നു. മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലേക്ക് ആദ്യം ആനയിക്കുന്നത് CPM ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ പിൽക്കാല ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 69-ന് ശേഷം കോൺഗ്രസിന്റെ ഭാഗമായി നിന്നായിരുന്നു. അപ്പൊ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതിൽ കുറ്റകരമായ അനാസ്ഥ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വെള്ളാപ്പള്ളിയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നായർ സമുദായത്തിനും ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കുന്നതാണെങ്കിലും മറ്റ് വിവേചനം അവര് മുന്നോട്ട് വന്നിരുന്നില്ല. അപ്പൊ അവർക്ക് പരാതിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചില വിഭാഗങ്ങൾക്ക് പരാതി കാണിക്കുന്നു, മറ്റൊരു പരാതി പറയുന്നില്ല. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന കേരളത്തിൽ എയ്ഡഡ് മേഖലയായിരുന്നു 1995 വരെ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഗവൺമെന്റും എയ്ഡഡ് മേഖലയും, ശമ്പളം സർക്കാർ കൊടുക്കും, പക്ഷേ മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ ആ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസം വരുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴാണ്. അപ്പൊ എയ്ഡഡ് മേഖലയിലെ സ്ഥാപനങ്ങൾ നൽകിയപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സമൂഹത്തിനാണ് കൂടുതൽ സ്കൂൾ ലഭിച്ചിരുന്നത്. താരതമ്യേന മുസ്ലിങ്ങൾ അതിൽ കുറവായിരുന്നു. പിന്നീട് ഹിന്ദു വിഭാഗങ്ങളിൽ സംഘടിത ജാതി വിഭാഗമായ സംഘടനാ രൂപമുണ്ടായിരുന്ന SNDPക്കും NSSനുമാണ് താരതമ്യേന വിദ്യാലയങ്ങൾ ലഭിച്ചത്. മറ്റ് ചെറിയ ജാതി വിഭാഗങ്ങൾ കാര്യമായ പങ്കാളിത്തം ഉണ്ടായില്ല. പക്ഷെ 96-ന് ശേഷം നമ്മൾ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടക്കം കുറിക്കുന്നു. 2000-ന് ശേഷം ശ്രീ AK ആന്റണി മന്ത്രിസഭ വരുന്ന സമയത്താണ് കൂടുതൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെന്റ് കോളേജ് എന്നുള്ളൊരു ഫോർമുല വെച്ചുകൊണ്ടാണ് ആന്റണി അതിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ കേരളത്തിൽ അനുവദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ വിശേഷിച്ച് നമ്മുടെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മാനേജ്മെന്റ് കോളേജുകൾ, അതുപോലെ തന്നെയാണ് നഴ്സിംഗ് കോളേജുകൾ, ഡെന്റൽ കോളേജുകൾ, ഈ മേഖലയിലെല്ലാം 80%-ലധികം സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളാണ്. വിശേഷിച്ച് മെഡിക്കൽ മേഖലയിലും നഴ്സിംഗ് ഉപരി ആയിട്ടുള്ള മറ്റു മേഖലയിലും മാനേജ്മെന്റിലും ഡെന്റൽ മേഖലയിലൊക്കെ മുസ്ലിം വിഭാഗങ്ങൾക്കാണ് മേൽക്കോയ്മ. ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും, അതായത് ശ്രീനാരായണ കൊച്ചിയിലൊരു മെഡിക്കൽ കോളേജും അല്ലെങ്കിൽ ഗോകുലം കോളേജ് അതുപോലെയുള്ള 1-2 കോളേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് കാര്യമായ സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ല. NSS ഈ മേഖലയിലൊന്നും തന്നെ NSS വേണ്ട, അവരെ സമീപന സ്വാശ്രയ കോളേജ് വേണ്ട എന്നുള്ളത് കൊണ്ട് അവർ കാര്യമായി ഈ രംഗത്തേക്ക് കടന്നു വന്നില്ല.
ഒരു ലോ കോളേജും 1-2 സ്ഥാപനങ്ങളും മാത്രമേ അവർ നേടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പരാതിയില്ല. പക്ഷേ ഹിന്ദു സമൂഹത്തിന്റെ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് വ്യാപകമായ വിദ്യാലയങ്ങൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ, അത് വിശേഷിച്ചും സാങ്കേതിക വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഫാർമസി, നഴ്സിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ ഏറ്റവും കൂടുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലെ സ്വാശ്രയ മേഖലയിലാണ് കൊടുക്കുന്നത്. സർക്കാർ മേഖല കൂടുതലും പരമ്പരാഗത വിദ്യാഭ്യാസമാണ് ലഭിക്കുന്നത്. അപ്പൊ കേരളത്തിലെ സാധാരണക്കാരനായ ഹിന്ദുക്കളെ സംബന്ധിച്ച്, ഹിന്ദു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ പരമ്പരാഗത കോഴ്സുകൾക്ക് പഠിക്കാൻ നിർബന്ധിതമാകുകയാണ്. കാരണം ഈ വലിയ ഫീസ് കൊടുത്തവർക്ക് കയറാൻ കഴിയില്ല. അപ്പൊ ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടാകുന്നത്, ശ്രീ AK ആന്റണിയും ഗവൺമെന്റ് കൊടുത്ത സ്വാശ്രയ കോളേജുകൾ കരാർ ലംഘിച്ചുകൊണ്ട് തന്നെ അവർ ന്യൂനപക്ഷ സ്റ്റാറ്റസ് സുപ്രീം കോടതിയിലൂടെ നേടിയെടുക്കുകയും, സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നേടിയെടുക്കുകയും, അങ്ങനെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ബഹുഭൂരിപക്ഷ സ്ഥാപനം ന്യൂനപക്ഷ കോളേജുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ 50% അവർക്ക് പൂർണ്ണമായിട്ടും മൈനോറിറ്റിക്ക് റിസർവ്ഡ് ആണ്. പക്ഷെ മറ്റ് 50% റിസർവേഷനും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അതിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ പല മുസ്ലിം മെഡിക്കൽ കോളേജുകളിലും 75%-ലധികം പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ അതേസമയത്ത് നമ്മൾ മൊത്തം സ്ഥാപനം എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നൊക്കെ പലരും ഉന്നയിക്കാറുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഹിന്ദു ജനസംഖ്യ ഒരു 52% ഉണ്ടെങ്കിൽ ടോട്ടൽ ഉള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പകുതിയെങ്കിലും ഹിന്ദു വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അല്ല, അതാണ് അതൊരു പ്രധാന കാരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പൊ നമ്മളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, സർക്കാർ എയ്ഡഡും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്നും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ കോഴ്സുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പഠിക്കുന്നതിന് പലരും കേരളത്തിന് പുറത്തു പോയിട്ടാണ് പലരും നേടുന്നത്. പക്ഷെ അവിടെ വരുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ, കേരളത്തിലെ അവശ്യ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിലെ ഏതാണ്ട് 76-77% വരുന്ന വിഭാഗങ്ങളാണ് ഈഴവർ തൊട്ട് താഴോട്ടുള്ള ജാതി വിഭാഗങ്ങൾ ഹിന്ദു സമൂഹത്തിൽ. ആ വിഭാഗങ്ങൾക്ക് കേരളത്തിലെ നല്ലൊരു കോഴ്സ് പഠിക്കാനുള്ള സംവിധാനം ഇല്ല. അതായത് അതിൽ തന്നെ സമ്പന്നരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് അത് കേരളത്തിനകത്തും പുറത്തുള്ള സ്വാശ്രയ വിദ്യാലയത്തിൽ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പൊതുവിദ്യാഭ്യാസം ഒഴികെയുള്ള, അതെ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് നൽകുന്ന പരിരക്ഷയുണ്ടല്ലോ, ഫീസിന്റെയും സംഭരണത്തിന്റെയും പരിരക്ഷ ലഭിക്കുന്നുണ്ട്, അവർക്ക് മിനിമം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ മേഖല, അതായത് സർക്കാർ മേഖല നൽകുന്ന സീറ്റുകളുടെ ഇരട്ടി സീറ്റാണ് സ്വാശ്രയ കോളേജുകൾ നൽകുന്നത്. നഴ്സിംഗിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ വലിയൊരു ശതമാനം, ഉദാഹരണത്തിന് 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലുള്ള. 100 കോളേജുകൾ സ്വാശ്രയ മേഖലയിലുണ്ട്. ആ തരത്തിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസ അവസരങ്ങളിൽ ഹിന്ദു സമൂഹത്തിന് പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ അതാ സൂചിപ്പിച്ചത്, സർക്കാർ പൊതുമേഖലയിൽ അവർക്ക് അർഹിക്കുന്ന, നിയമപരമായി അനുശാസിക്കുന്ന തരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി ഉന്നയിച്ചത് അദ്ദേഹം SNDPയുടെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഞാനതിനെ കാണുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കേരളത്തിലെ ഹിന്ദു സമൂഹം അത് ചർച്ച ചെയ്യേണ്ടത്, അതിൽ ഹിന്ദു സമൂഹത്തിൻ്റെതായ അല്ലെങ്കിൽ ഹിന്ദു സമുദായ സംഘടനകളുടേതായ ചില കുറ്റവും ഉണ്ടാകാം. ഉദാഹരണത്തിന് NSS എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നില്ല. അപ്പം ഈ ചില ചർച്ചകളിൽ ഞാൻ തന്നെ പങ്കെടുത്ത ഒരു TV ചർച്ചയിൽ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഇത് ചോദിച്ചു, NSS അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ UDF നിരസിച്ചിട്ടുണ്ടോ? അപ്പം AK ആന്റണി തുറന്നു കൊടുത്ത സമയത്ത് സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചപ്പോഴത്തേക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കുമായിട്ട് ഒരു അപേക്ഷ പോലും NSSന്റെ നേതൃത്വം, ഇപ്പൊ NSSന്റെ നേതൃത്വം തയ്യാറായില്ല. പക്ഷെ നായർ സമുദായത്തിനല്ല കുഴപ്പം, പക്ഷെ നായർ സമുദായത്തെ നയിച്ചവര് അതിന് തയ്യാറായില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് SNDPയുടെ കാര്യത്തിൽ വരുമ്പോഴും ഇതിന് ആവശ്യമായ ക്യാപിറ്റൽ അവരുടെ കൈവശമില്ല. ഇപ്പൊ നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങൾ പലതും വിദേശ സഹായത്തോടെ, കാരണം മതത്തിൻ്റെതായ ഒരു തലത്തിൽ നിന്നാണ് പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത്. മുസ്ലിം വിഭാഗങ്ങൾ അതില് വ്യക്തികളാണ് പലപ്പോഴും. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പലതും സഭയുടെ അടിസ്ഥാനത്തിൽ സ്വാശ്രയ തുടങ്ങുമ്പോൾ മുസ്ലിം സമുദായങ്ങൾ വ്യക്തികളാണ്. പക്ഷെ വ്യക്തികളാണെങ്കിൽ അതിനൊരു മതത്തിന്റെ ഒരു പരിവേഷം ലഭിക്കുകയും അവർക്ക് ഗൾഫിൽ നിന്നും മറ്റൊക്കെ വലിയൊരു ശതമാനം ഡൊണേഷൻ ലഭിക്കുകയും, കാരണം ഇതിന്റെ ഭൗതികമായ എല്ലാ സാഹചര്യം ഒരുക്കേണ്ട മാനേജ്മെന്റ് ആണ്. അപ്പൊ അതിലൊരു SNDPയെ
പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ആ തരത്തിലുള്ള, അപ്പൊ ഉദാഹരണത്തിന് എയ്ഡഡ് കോളേജ് നടത്തുന്നത് പോലെ നിങ്ങൾക്ക് സ്വാശ്രയ കോളേജ് നടത്താൻ കഴിയില്ല. കാരണം 100% ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ തന്നെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല ദേശീയ തലത്തിലുള്ള നമ്മുടെ ഇത്തരം മോണിറ്ററിംഗ് ഏജൻസി ഉണ്ടല്ലോ, AICT പോലെയുള്ള, അവർ നിഷ്കർഷിക്കുന്ന എല്ലാ ഫിസിക്കൽ നിബന്ധനകളും നിങ്ങൾ പാലിക്കണം. അപ്പൊ ഒരു താൽക്കാലിക ഷെഡിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ കഴിയില്ല, മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ക്യാപിറ്റൽ വേണ്ടി വന്നു. അല്ല, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നത് തന്നെ സർക്കാരിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും പണം കണ്ടെത്താൻ ഇവർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവര് 80-കളിൽ തന്നെ കടന്നിരുന്നു. അല്ല, അവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾക്ക് വലിയ റോൾ വഹിച്ചത് സ്വകാര്യ മേഖലയാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഒരുപാട് സർവകലാശാലകൾ, അപ്പൊ അത് കഴിഞ്ഞ 90-കൾക്ക് ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റികളായിട്ട് വന്നതും, ഇപ്പൊ നമ്മുടെ തന്നെ കേരളത്തിലെ അമൃത യൂണിവേഴ്സിറ്റിയാണ് ആദ്യം വന്നത്. കേരളത്തിലല്ല, അതിന്റെ ആസ്ഥാനം നോക്കണം, തമിഴ്നാട്ടിലാണ്. അപ്പോൾ കോയമ്പത്തൂരാണ് അതിന്റെ ആസ്ഥാനം, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ആരംഭിക്കുന്നത്, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ തരത്തില് ഇന്ത്യയിൽ വലിയ വിപ്ലവം നടന്നത് ഈ സ്വകാര്യ സ്വാശ്രയ മേഖല തന്നെയാണ്. പക്ഷെ ആ സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമുദായങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതി ആയിരുന്നപ്പോഴത്തേക്കും ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾക്കോ സംഘടനകൾക്കോ ആ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ കഴിയുമായിരുന്ന NSS പോലുള്ള സംഘടനകൾ പോലും ഇതിന് മുന്നോട്ട് വന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഹിന്ദുക്കളുടെ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന് പഠിക്കാനുള്ള ഒരു കലാലയം ആ തരത്തിൽ കേരളത്തിൽ കാര്യമായിട്ടില്ല. വെള്ളാപ്പള്ളി ഉന്നയിച്ച വിഷയത്തിലെ ഒരു പ്രധാന കാര്യം, അവർക്ക് അർഹിക്കുന്ന സ്ഥാപനങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം ഒരു 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 പത്രപ്രവർത്തകൻ ചോദിക്കണ്ടായി, കഴിഞ്ഞ 9.5 വർഷമായിട്ട് നിങ്ങൾ LDFനെ പിന്തുണയ്ക്കുന്നു, അപ്പൊ LDF എത്ര സ്ഥാപനങ്ങൾ അനുവദിച്ചു നൽകി? അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട, വെള്ളാപ്പള്ളി പറഞ്ഞു അന്ന് അവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അപേക്ഷിച്ചേനെ എന്നാണ്. ഇല്ല, അതിനേക്കാൾ ഉപരി നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിലെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പോളിസി ചേഞ്ച് ഉണ്ടാകുന്നത് 96-ന് ശേഷമാണ്. ആദ്യം അത് നമ്മുടെ സഹകരണ മേഖലയിലൂടെ, ഈ ഇടതു മുന്നണി ഗവൺമെന്റ് സമയത്ത് സ്വാശ്രയ വിദ്യാലയങ്ങൾ സഹകരണ മേഖലയിലാണ് ആദ്യം തുടങ്ങുന്നത്. അതിനു മുമ്പ് MES കോളേജ് മാത്രമാണ് ആരംഭിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് 2000-ന് ശേഷം മറ്റെല്ലാ പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഗവൺമെന്റ് കൊടുത്ത സമയത്ത് ഒരു വലിയ വിഭാഗത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വിഭാഗങ്ങൾക്ക് സ്ഥാപനങ്ങളില്ലാതെ വന്നു. അപ്പോൾ ഈ 2025 വർഷങ്ങൾക്ക് ശേഷം ആ വിഭാഗങ്ങൾക്ക് നമ്മൾ സ്ഥാപനങ്ങൾ കൊടുത്താലും അതിന് മറ്റ് സ്ഥാപനങ്ങളെ പോലെ ഉയർന്നു വരാൻ കഴിയില്ല. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സമൂഹത്തിന്റെ ശ്രദ്ധയാർജിക്കുന്നത് ഒരു നീണ്ട കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ 2000-ൽ കിട്ടേണ്ടിയിരുന്ന കലാലയം എനിക്ക് 2025 കിട്ടിക്കഴിഞ്ഞാൽ അത് കോമ്പൻസേഷൻ ആകുന്നില്ല. അപ്പൊ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന തരത്തിൽ ഈഴവ സമുദായത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ അതിനെ പറയുന്നത് ഹിന്ദു സമൂഹത്തിന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനൊരു മറുവശം, അല്ലെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വെള്ളാപ്പള്ളിയെ ഒരു വർഗീയവാദിയാക്കുന്നു. പിന്നെ വെള്ളാപ്പള്ളിയും അതിനകത്ത് കുറച്ച് പൊളിറ്റിക്സ് പറയുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി പറഞ്ഞു UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, അങ്ങനെയുള്ള വിമർശനം നടത്തുന്നു. അതേസമയത്ത് മുസ്ലിം മതസംഘടനകൾ, സുന്നി സംഘടനകൾ, അതിൽ തന്നെ EK ഗ്രൂപ്പ്, AP ഗ്രൂപ്പ് ഒക്കെ വെള്ളാപ്പള്ളിക്കെതിരെ കനത്ത ആരോപണമായിട്ട് വരികയാണ്. അതൊരു വർഗീയമായ ചേരിതിരിവിനെ ഇടയാക്കില്ലേ സത്യത്തിൽ? അല്ല, മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് ശരിയല്ല. അത് വെള്ളാപ്പള്ളി പറയുന്നതല്ലേ? വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിം ലീഗിനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗിനെയാണ് എതിർക്കുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തെ എതിർക്കുന്നത്. അതെ, കാരണം മുസ്ലിം ലീഗ് അദ്ദേഹം എതിർക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2003-ല് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണി, അദ്ദേഹം ഒരു ഹിന്ദു സംഘടനയുടെ, ഒരു സമുദായ സംഘടനയുടെ മീറ്റിങ്ങിൽ പോയിട്ട് പ്രസംഗിച്ചതാണ്, കേരളത്തിലെ ന്യൂനപക്ഷ സമ്മർദ്ദ രാഷ്ട്രീയം വഴിവിട്ട രീതിയിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഒരുപാട് നേട്ടങ്ങൾ നേടുന്നെന്നും ഇതിൽ പരിഭവമുള്ളവരാണ്, പരാതിയുള്ളവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമെന്നും അവർ സൈലന്റ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുന്നെന്നും അങ്ങനെ പ്രഷർ ടാക്ടിക്സിലൂടെ നിങ്ങൾ ഈ നേട്ടങ്ങൾ നേടുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ 2003 ജൂലൈ 16-ാം തീയതിയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹം ഒരുപാട് വില കൊടുക്കേണ്ടെന്ന് 1 വർഷം നേരത്തെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതായത് 2003-ല്
AK ആന്റണി ഉന്നയിച്ച വിഷയത്തെ വേറൊരു രൂപത്തിൽ വെള്ളാപ്പള്ളി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. AK ആന്റണി അതിനെ ഭൂരിപക്ഷ സമൂഹം എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം സൈലന്റ് ആയിട്ട് അവരുടെ പരിഭവങ്ങളുമായി അവർ ജീവിക്കുകയാണ്. ഈ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ഇത്തരം നേട്ടങ്ങൾ നേടുന്നത് ഗുണകരമല്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അപ്പം വെള്ളാപ്പള്ളി അതിനെ ഈഴവ സമുദായത്തിന്റെ തലത്തിൽ നിന്നും SNDPയുടെ തലത്തിൽ നിന്നും പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല. അത് മുസ്ലിം സമൂഹത്തിന് എതിരുമല്ല. മുസ്ലിം സമുദായ സംഘടനകളും ക്രിസ്ത്യൻ സമുദായ സംഘടനകളുടെയും സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിനെതിരെയും അതിലൂടെ അധികാരത്തിലൂടെ അവർ ആർജിക്കുന്ന നേട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് അവലോകനം ചെയ്യണം. അതായത് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ഒരു ഇഷ്യൂ റേസ് ചെയ്തിരിക്കുകയാണ്. ആ ഇഷ്യൂ എന്ന് പറയുന്നത് കേരളത്തിലെ UDF ഭരണകാലത്ത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പരിഗണന കിട്ടിയത്, ഹിന്ദു വിഭാഗങ്ങൾക്ക് പരിഗണന കിട്ടിയില്ല. അദ്ദേഹം അത് SNDP തന്റെ സമുദായത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്നോ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എടുക്കുകയോ ചില പത്രസമ്മേളനത്തിൽ കോട്ടിങ്ങൾ എടുക്കുകയോ ചെയ്തുകൊണ്ട് അതിനെ വഴിതിരിച്ച് വിടുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള ഒരു ഇഷ്യൂ അദ്ദേഹം റേസ് ചെയ്തിരിക്കുകയാണ്. ഏതൊരു ഇഷ്യൂ ആണ് മുമ്പ് AK ആന്റണി പറഞ്ഞത് അതേപോലെ തന്നെ ഇഷ്യൂ റേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പരിഹരിക്കുക, അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തു വരുന്ന ഭരണാധികാരികളുടെ ചുമതല, അല്ലെ? അതെ.